നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം. തൊട്ടുകൂടായ്മയെയും ജാതീയതയെയും അഭിമാനമായി കാണുകയും അതിനെ കാൽപ്പനികവൽക്കരിക്കുകയും ചെയ്തതിനെതിരെയാണ് വിമർശനം ഉയരുന്നത്. ജാതി വ്യവസ്ഥയുടെ ഭാഗമായി പിന്നാക്ക ജാതിയിലുള്ളവർക്ക് മണ്ണിൽ കുഴികുത്തി അതിൽ കഞ്ഞി ഒഴിച്ചു കൊടുത്തിരുന്ന സമ്പ്രദായത്തെക്കുറിച്ച് നൊസ്റ്റാൾജിയയോടെ ഓർക്കുന്ന കൃഷ്ണകുമാറിന്റെ വീഡിയോ വൈറലായി മാറുകയാണ്. മാസങ്ങൾക്ക് മുൻപ് ഭാര്യ സിന്ധു കൃഷ്ണ പങ്കുവച്ച വ്ളോഗിൽ നിന്നുള്ള ഭാഗമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. പഴങ്കഞ്ഞിയുടെ ഗുണഗണങ്ങളെ പുകഴ്ത്തുന്നതിനിടെയാണ് കൃഷ്ണകുമാർ തന്റെ വീട്ടിലെ പണിക്കാർക്ക് കഞ്ഞി കൊടുത്തിരുന്ന രീതിയെക്കുറിച്ച് സംസാരിക്കുന്നതും അതിൽ നൊസ്റ്റാൾജിയ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലായി മാറുകയായിരുന്നു. പിന്നാലെ നിരവധി പേരാണ് കൃഷ്ണകുമാറിനെതിരെ രംഗത്തെത്തിയത്. ബിഗ് ബോസ് താരം റിയാസ് സലീം അടക്കമുള്ളവർ കൃഷ്ണകുമാറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. തന്റെ വീട്ടിൽ പണ്ടുകാലത്ത് ആചരിച്ചിരുന്ന തൊട്ടുകൂടായ്മ സമ്പ്രദായങ്ങളിൽ അഭിമാനം കണ്ടെത്തി ബി.ജെ.പി. നേതാവും നടനുമായ കൃഷ്ണകുമാർ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഭാഗമായി പിന്നാക്ക ജാതിക്കാർക്ക് മണ്ണിൽ കുഴികുത്തി ഭക്ഷണം നൽകിയിരുന്ന രീതിയാണ് വളരെ സ്വാഭാവിക സംഭവം എന്ന മട്ടിൽ കൃഷ്ണകുമാർ അവതരിപ്പിച്ചത്. കൃഷ്ണകുമാറിന്റെ ജീവിത പങ്കാളി സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് പേജിൽ പ്രസിദ്ധീകരിച്ച വീഡിയോയിലാണ് തൊട്ടുകൂടായ്മയെ ന്യായീകരിക്കുന്ന പരാമർശം നടത്തിയത്. പഴങ്കഞ്ഞിയുടെ ഗുണങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതിനിടെയാണ് തന്റെ വീട്ടിൽ പണ്ട് പണിക്കാർക്ക് കഞ്ഞി കൊടുത്തിരുന്നത് മണ്ണിൽ കുഴികുത്തിയായിരുന്നു എന്ന കാര്യം ഓർത്തെടുത്തത്. പണിയെടുത്ത് കുഴഞ്ഞു വരുന്ന പണിക്കാർ ചേമ്പില് വിരിച്ച മണ്ണിലെ കുഴിയിൽ നിന്ന് പ്ലാവില ഉപയോഗിച്ച് പഴങ്കഞ്ഞി കഴിക്കുന്ന കാഴ്ച ഓർക്കുമ്പോൾ ഇപ്പോഴും കൊതി വരുമെന്നാണ് ബി.ജെ.പി. നേതാവിന്റെ വാക്കുകൾ. 5 മാസം മുൻപുള്ള ദൃശ്യങ്ങളായിരുന്നെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴാണ് ഇത് ചർച്ചയായത്. കൊച്ചിയിലെ ഹോട്ടൽ മാരിയറ്റിൽ താമസിക്കുമ്പോൾ പ്രഭാത ഭക്ഷണമായി പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഉണ്ടായ ഓർമ്മകളെ കുറിച്ചാണ് കൃഷ്ണകുമാർ വിവരിക്കുന്നത്. മണ്ണിൽ പണിയെടുത്തിരുന്നവർക്ക് കുഴികുത്തി ഭക്ഷണം നൽകിയിരുന്ന് ഇപ്പോഴും വ്ളോഗിനുള്ള കണ്ടന്റ് ആകുന്നതിനെ വിമർശിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വിവാദം ആവുകയായിരുന്നു. പിന്നാലെ കൃഷ്ണകുമാറിനെതിരെ തുറന്നടിച്ചുകൊണ്ട് റിയാസ് സലീം രംഗത്തെത്തുകയായിരുന്നു. അസമത്വത്തെ കുറിച്ച് ഇത്ര നൊസ്റ്റാൾജിയ തോന്നുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജാതീയതയിലേക്കുള്ള പുറകിലേക്കുള്ള ആ ടൈം ട്രാവൽ ഷോ കാണാൻ എനിക്ക് അല്പം പോപ്കോൺ തരൂ എന്നായിരുന്നു വീഡിയോ പങ്കുവച്ചുകൊണ്ട് റിയാസ് സലീം കുറിച്ചത്. പിന്നാലെ വീഡിയോയ്ക്ക് ലഭിച്ച ചില കമന്റുകളും റിയാസ് സലീം പങ്കുവച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇയാളെ ക്ഷണിക്കണം, എന്നിട്ട് ഒരു കുഴി കുത്തി അതിൽ കഞ്ഞി ഒഴിച്ച് കൊടുക്കണം. എന്തിനാ കൊതിവിടുന്നേ, കഴിക്കട്ടെ. ദളിത് ജീവിതവും തൊട്ടുകൂടായ്മയും ഫാന്റസൈസ് ചെയ്യുന്ന പാവം സവർണ പുരുഷൻ. പരിതാപകരം, വാക്കുകളില്ല. ഇയാളെ ചന്ദ്രനിലേക്ക് നാട് കടത്തണം, എന്തൊരു വൃത്തികേട് എന്നിങ്ങനെയായിരുന്നു റിയാസ് പങ്കുവച്ച കമന്റുകളിലെ പ്രതികരണങ്ങൾ. കൃഷ്ണകുമാറിന്റെ ഇസ്രയേൽ അനുകൂല നിലപാടുകളെയും റിയാസ് സലീം എതിർക്കുന്നുണ്ട്. കൃഷ്ണകുമാറിന്റെ വാക്കുകൾക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കൃഷ്ണകുമാറിനെ നിശ്ചിതമായി വിമർശിച്ച റിയാസ് സലീമിനെ അനുകൂലിച്ചും ധാരാളം പേർ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം വിവാദത്തിൽ കൃഷ്ണകുമാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന, ദിയ, ഇഷാനി, ഹൻസിക എന്നിവരെയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ താരങ്ങളാണ്.